അത്യാവശ്യം നല്ല വലിയൊരു മഴ ഉണ്ടായിരുന്നു, ഒരു സിസ്റ്റർ ആയിരുന്നു. പക്ഷേ ഞാൻ പല ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു സർജറി ചെയ്യേണ്ടി വരും, ഒരു മിനി സർജറിയാണ്, എന്നാൽ പോലും ചെയ്യേണ്ടി വരും. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, അമ്മയ്ക്ക് വെച്ചു എൻ്റെ കൈ കയറി മുറിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, വേണ്ട അതൊന്നും വേണ്ട, അമ്മ മാതാവിൻ്റെ അടുത്ത് നീ ഏർപ്പിക്കുക, പ്രാർത്ഥിച്ചിട്ട് ഡെയിലി നിന്റെ തൈലം പുരട്ടിയിട്ട് കിടന്നാൽ മതി എന്ന് പറയും. എന്ന് ഞാൻ രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ കണ്ണു തുറക്കുമ്പോൾ നേരെ ഞാൻ എൻ്റെ കൈ തൊട്ട് അവിടെയാണ് തൊടുന്നത്. പക്ഷേ ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എൻ്റെ കയ്യിലെ മുഴയില്ല, അവിടെ ഇങ്ങനെ ഒരു മുഴ ഉണ്ടായിരുന്നെന്ന് പോലും കാണാൻ പറ്റില്ല. അത്രയ്ക്കും ഞാൻ ട്രൂലി ബ്ലെസ്ഡ് ആയോ, ഞാൻ ഇൻട്രസ്റ്റ് ആയിരുന്നു, അത്രയ്ക്ക് ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്ത ഉടമ്പടി എടുത്തു. ഞാൻ എഴുതിയിരുന്നത് ആദ്യം തന്നെ എഴുതിയിരുന്നത് എനിക്ക് വിദേശ പഠനത്തിൽ എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ മാസ്റ്റേഴ്സിന് ഞാൻ കാര്യം എൻ്റെ വീടിരിക്കുന്ന 2.5 സെന്റിലാണ്. അപ്പോൾ കൊളാട്രൽ ഇല്ലാതെ ലോൺ കിട്ടത്തില്ല, എല്ലാവർക്കും അറിയാം. കൊളാട്രൽ ഇല്ലാതെ ഒരിക്കലും ലോൺ കിട്ടത്തില്ല. എന്തെങ്കിലും ഈട് വെച്ചാലേ നമുക്ക് ലോൺ എടുത്ത് പോകാൻ കഴിയത്തുള്ളൂ. എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയെങ്കിലും അത് തികഞ്ഞില്ല, വീണ്ടും പൈസ വേണമായിരുന്നു. അപ്പം അതിനാൽ ഇതേപോലെ SBI പുതിയൊരു സ്കീം തന്നെ കൊണ്ടുവന്നു. എനിക്ക് മാതാവായിട്ട് എനിക്ക് ഈ വർഷം കൊണ്ടുവന്നായിരിക്കും. ടോപ്പ് 100 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ ഇങ്ങോട്ട് നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഞാൻ ടോപ്പ് 100 യൂണിവേഴ്സിറ്റി നോക്കി തിരഞ്ഞെടുത്ത് ഞാൻ എൻ്റെ സബ്ജക്ട് ഞാൻ ജോഗ്രഫിയാണ് പഠിച്ചിരുന്നത്. അതിൻ്റെ ഉപരിപഠനം ഞാൻ നോക്കി അപ്ലൈ ചെയ്യുകയും ഞാൻ കഴിഞ്ഞ മാർച്ച് 10 ഈ വർഷം മാർച്ച് 10 ഞാൻ വെച്ചത്, ഉടമ്പടി വെച്ചത്. അതിനുശേഷമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്ന പോലും, ഈ യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യുന്ന പോലും. അങ്ങനെ അപ്ലൈ ചെയ്ത് എനിക്ക് അവിടെ ഓഫർ ലെറ്റർ വരികയും എല്ലാം പെട്ടെന്നായിരുന്നു. ഒരു വിത്തിൻ ഡേയ്സ് ഓരോ കാര്യങ്ങൾ. പിന്നെ ഞാൻ ഓഫർ ലെറ്റർ വെച്ച് ക്യാഷ് ബുക്ക് ചെയ്യും, ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ശേഷി വെച്ച് നമുക്ക് ഇതൊന്നും എങ്ങനെ നടന്നുകൊണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഇൻഷുറൻസ് അടക്കം എല്ലാ കാര്യത്തിലും ലോൺ അപ്ലൈ ചെയ്താൽ പോലും എന്നും ഞാൻ എൻ്റെ കാശ് രൂപനെ എപ്പോഴും എൻ്റെ കയ്യിൽ വെച്ചേക്കും. എൻ്റെ പേഴ്സിൽ അല്ലെങ്കിൽ പോക്കറ്റിൽ എപ്പോഴും കാണും. എവിടെ പോയാലും അമ്മ പറഞ്ഞിട്ടുണ്ട് ഉപ്പ് വിതറിയിട്ട് പോകാളൂ. അങ്ങനെ ഉപ്പും എണ്ണയും എല്ലാം ഞാൻ പ്രാർത്ഥിച്ചിട്ടേ പോകാളൂ. ഉപ്പിന് എവിടെ പോയാലും ഒരു പേപ്പറിലായ പോലും ഉപ്പ് വിതറിയിട്ടാണ് കൊടുക്കുന്നത്. ബാങ്കിൽ ഒരു കാര്യം സബ്മിറ്റ് ചെയ്യാൻ പോലും ഉപ്പ് വിതറിയിട്ട് ഞാൻ കൊടുക്കും. അങ്ങനെ എന്തൊക്കെ എവിടേക്കാണ് ഇരുന്നിട്ടുണ്ട് അവിടെ എല്ലാം ഉപ്പ് കാണും. എന്നുവെച്ചാൽ ഉപ്പാണല്ലോ എല്ലാം എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുമ്പോൾ ഞാൻ എല്ലായിടത്തും അത് വിതറുമായിരുന്നു. അതെല്ലാം ആയിരിക്കാം എന്നെ എന്നിട്ട് ലാസ്റ്റ് ഞാൻ തീരുന്നത്, ഈ ഉടമ്പടി തീരുന്നത് ലാസ്റ്റ് മന്ത് 10 തീയതിയാണ്. എന്ന് വെച്ചാൽ മാർച്ച് 10 അടുത്ത് ലാസ്റ്റ് മന്ത് 10 തീയതി ഉടമ്പടി തീരാണ്. കറക്റ്റ് 10 തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ഞാൻ ഇവിടെ ഇറങ്ങുന്ന സമയമാണ്. മാർച്ച് 10 തീയതി 12 മണിക്കാണ് ഇവിടെ ഉടമ്പടി എടുത്തിട്ട് ഇറങ്ങുന്നത്. ലാസ്റ്റ് മന്ത് 10 തീയതി ഞാൻ ക്ലാസ് കഴിഞ്ഞ് 12 മണിക്ക് ഇറങ്ങിയതും എൻ്റെ ലോൺ പാസ്സായി. ഞാൻ എനിക്ക് എങ്ങനെ നടന്നെന്ന് എനിക്കും അറിയത്തില്ല, അത്രയ്ക്ക് വേണ്ടായിരുന്നു. ഒരിക്കലും വിചാരിച്ചില്ല ഒരു ഈട് പോലും വെക്കാതെ 50 ലക്ഷം രൂപ വെറുതെ ഒരാൾക്ക് എൻ്റെ ഒരു പേരിലാണ് തരുന്നത്. നമുക്കൊരു ആരെങ്കിലും ഒരാൾ വസ്തുവോ വീടോ വെക്കുന്ന ഒരു ആവശ്യമില്ലാതെ എൻ്റെ ഒരു ഓഫർ ലെറ്ററിന്റെ ബേസിൽ എനിക്ക് 50 ലക്ഷം രൂപ കിട്ടി. 60th റാങ്കാണ്, വേൾഡ് ഗ്ലോബൽ 60th റാങ്കിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. എനിക്ക് ഇത്രയും മാർക്കൊന്നും ഇല്ല, എനിക്ക് കിട്ടാൻ മാത്രം മാർക്കില്ല. അതാണ് വേറൊരു പോയിന്റ്. എനിക്ക് ഒട്ടും യോഗ്യതയില്ല, എനിക്ക് തന്നെ അറിയാം. പക്ഷെ എന്നാലും ഞാൻ അപ്ലൈ ചെയ്തു. കിട്ടി പോയി എന്ന് വെച്ചാൽ വേറൊരു മാർഗ്ഗം എനിക്കില്ല. എനിക്ക് എങ്ങനെയും വിദേശത്ത് പോയി പഠിച്ച് അവിടെ മുന്നോട്ട് എങ്ങനെയും പോകാനാണ് പ്ലാൻ. കാര്യം എന്നെ സഹായിക്കാൻ, എൻ്റെ കുടുംബത്തെ സഹായിക്കാൻ ആരുമില്ല, അതെനിക്കറിയാം. അച്ഛൻ്റെ ഒരു ജോലി ബേസിലാണ് നമ്മളിങ്ങനെ കഴിഞ്ഞു പോകുന്നത്. അപ്പം എനിക്കൊരു കുടുംബത്തിന് എങ്ങനെയും താഴ്ത്താനായിട്ട് എനിക്ക് കൊണ്ടുപോകണം. അതിനാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അങ്ങനെ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. ഇതായിപ്പോൾ എല്ലാം കഴിഞ്ഞാൽ വിസയ്ക്ക് അപ്ലൈ ചെയ്തേക്കാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് വിസ വരാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ അടുത്തോടെ വേണ്ടി എടുക്കാൻ വേണ്ടി വന്ന് പ്രാർത്ഥിക്കുന്ന പോലും. അതെനിക്ക് ലഭിക്കുമെന്ന് തന്നെ തോന്നുന്നു. അങ്ങനെ ഓരോ പ്രതിസന്ധികളും അമ്മ മാതാവ് ഞാൻ സഞ്ചരിക്കും മുന്നേ അമ്മ മാതാവ് എന്നെ മുന്നിലേ കണ്ട് അതെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകും.